സദ്ഗുരു ശരണം. ഞാൻ ശാന്തിഗിരി ആശ്രമത്തിലെ സെക്യൂരിറ്റി മാനേജറായിരുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരള DGP ലോകനാഥ് ബെഹ്റ സാറിൻ്റെ മുമ്പിൽ ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായിരുന്നു. 18/6/2016 ആ പരാതി സമർപ്പിക്കുന്നത്. നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടാണ് ആ പരാതി 24 പേജുള്ള ഒരു പരാതി കൊടുത്ത്. ആ പരാതിയിൽ എൻ്റെ കുറേ കാര്യങ്ങൾ, കണ്ടെത്തലുകളും ഞാൻ മനസ്സിലാക്കിയതും എനിക്കറിയാവുന്നതുമായ കാര്യങ്ങൾ ഞാനതിൽ വിശദമായിട്ട് എഴുതി സൂചിപ്പിച്ചിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, മയക്കുമരുന്നിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല പല വിഷയങ്ങൾ ഗുരുരത്നസ്വാമിക്ക് എതിരായിട്ടാണ് ആ പരാതി കൊടുത്തത്. ആ പരാതിയിലേക്ക് എന്നെ നയിച്ചതെന്ന് പറഞ്ഞാൽ, സെക്യൂരിറ്റി മാനേജറായിട്ട് ഇരുന്നപ്പോഴാണ് അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുവരെയും എനിക്കത്രയും കാര്യമായിട്ട് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. പക്ഷേ അപ്പോൾ അതിൽ അങ്ങനെയുള്ളവരെ, ഇരകളാക്കപ്പെട്ട ആൾക്കാരുടെ, ഇവർ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ആൾക്കാരുടെ കുറേ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്നത് ഇതിൽ നിന്ന് കാണിക്കുന്നത് വെച്ചാൽ, മരണപ്പെട്ടു പോയി അദ്ദേഹം. 1 വർഷം 2 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ എന്തോ രഹസ്യങ്ങൾ കണ്ടെത്തിയതിൻ്റെ പേരിൽ ഈ ആശ്രമ നേതൃത്വം, ഇന്നത്തെ സന്യാസിമാരെന്നറിയപ്പെടുന്നവർ, തെറിവിളിക്കുകയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം എന്നോട് നേരിട്ട് പറയുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങളെ കാണിക്കുന്നത്. ഇതെല്ലാം ഞാൻ രേഖപ്പെടുത്തിയ 100-ൽ 99% നിയമപരമായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഉണ്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ പരാതി സമർപ്പിച്ചിരിക്കുന്ന, ഇതിന് ശേഷം ഞാൻ പരാതി സമർപ്പിച്ചിരിക്കുന്നിടത്തെല്ലാം ഇതിൻ്റെ ഓരോ കോപ്പികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ അനുഭവ സാക്ഷ്യങ്ങൾ പലരുടെയും അതിലുണ്ട്. ഇത് എന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ദേഹോപദ്രവം ഏൽപ്പിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അദ്ദേഹത്തിന് ഇവിടുത്തെ സന്യാസിമാരെ തെറി പറയുന്നത് വരെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒഴിവാക്കുന്നില്ല. ദയവായി എല്ലാവരും ക്ഷമിക്കുക. കുറേ ദോഷം വരും. പലപ്പോഴും ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾ വല്ലതും വരും. ഒരു തരം ആഹാരത്തിന് പോയി ഞാൻ കെഞ്ചു കഴിഞ്ഞാൽ ഒരു 11 മാസം പൈസ ആയിരുന്നില്ല. ഇവിടെ പിറകു എന്നതിനകത്ത് തോന്നിക്കാൻ അവിടെ കാണത്തില്ല. അവിടെ പ്രശ്നമൊന്നുമില്ല. സാമാരുണ്ട്. സ്വന്തം മേടിക്കാൻ എന്റെ ശത്രുക്കളുടെ ആരോട് സംസാരിക്കാൻ ജനത്തെ എന്തെല്ലാം ഭയങ്കര ജനോത്സവ ചോദിച്ച് എന്നെ എന്തിനു ഞാൻ ഈ പറയുന്നത് നമുക്കൊരു വിശ്വാസം പറയുന്നത് മനസ്സിലാക്കരുത്. എനിക്കുള്ള വേദന നിങ്ങൾക്ക് അറിയത്തില്ല. എന്നിട്ട് ചവിട്ടി ഒതുക്കിയിട്ടിട്ട് എനിക്ക് ദുരിതം. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ദൂരില്ല. പക്ഷൂന്ന് കാറ്റ് തിരിവിട്ടാണ് വിശ്വാസം ദൂരി എന്നുള്ളത് ഞാൻ ഉച്ചരിച്ചപ്പോൾ അവന്റെ ശക്തി മൊത്തം അവനെ അടിയാനൊക്കെ പിന്നെ ചോദിക്കല്ല ആ വാക്ക്. അല്ലെന്ന് എനിക്ക് ആ പുള്ളി ഉള്ളതിന് നല്ലതെന്ന് വിചാരിച്ചു. ഒരിക്കലും അല്ല. അവനൊക്കെ നമ്മളോട് ഒരു 40 പേര് പോയി. ഇപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് ഭാരതീയ വിദ്യാ കേന്ദ്രം, അവിടുത്തെ ഒരു ടീച്ചർ കൊങ്ങിണി ടീച്ചറാണ്. അപ്പൊ എന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞപ്പോൾ നമുക്ക് ഇന്റർ എക്സ്ചേഞ്ച് യൂത്ത് പ്രോഗ്രാംസ് എടുത്തൂടെ എന്നൊക്കെ വിശ്വാസങ്ങളുടെ അച്ഛനും ഞാനും കൂടെ ആദ്യം ചോട്ട് ചെയ്യുന്നപ്പോൾ അവർ ഓടി വന്നുകൊണ്ടിരുന്നു 40 പേരുണ്ട്. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ച അവർ ഇവിടെ വന്നപ്പോൾ ആരും ഇല്ല. അറ്റൻഡ് ചെയ്യുന്ന മുമ്പ് അതിലേക്ക് അറ്റൻഡ് ചെയ്തു. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. തിരുമേനിയിൽ ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സുരേഷിലോ അവിടെ കയറുമ്പോൾ ഇതിനകത്ത് സാധനം പത്രസുനിലുമ്പോൾ കറുത്തിട്ട് അപ്പൊ അവിടെ റിസപ്ഷൻ നിൽക്കാൻ ആദ്യം അത് കോയമ്പത്തൂർ വിജയൻ ഇങ്ങനൊക്കെ തെറിച്ചു പോകും. കണ്ണൂരിന് ഉല്ലാസം അനുഭവം വിശ്വാസം ഉല്ലാസം വലിയ പരിചയം കറുത്തിട്ടുണ്ടായിരുന്നു. കണ്ണൂര് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അവൻ്റെ പേര് വന്നിട്ട് ഞങ്ങളുടെ കർമ്മത്തിന് എതിർക്കുന്നു. ഇപ്പം ഞാൻ മീറ്റിങ്ങിലാണ് ജനങ്ങൾക്ക് സാധനം വന്നു. എന്നിട്ട് നമ്മൾ പതുക്കെ വിളിച്ചോണ്ട് പോയി അമ്മയിലെടുക്കുന്നത് ഞാനും ഇവിടെ നിലനിൽക്കുന്നു. കോളം കടപ്പുറത്ത് പോത്തംകൊണ്ടപ്പുറത്ത് ഇത് പറഞ്ഞു ഷൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കൈമുക്കി നിൽക്കാൻ പറഞ്ഞാൽ കൈമുക്കും. അതുകൊണ്ട് എനിക്ക് ഗുരുവില്ല.
ഞാൻ നിങ്ങൾ പറഞ്ഞില്ല, എനിക്ക് വീടിന് മനസ്സിലാക്കി കൂടി പിന്നെ ഷൂനാണ് ഏറ്റവും വലിയ ഉയർന്ന ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മളിത് കാണുന്നു, എടുക്കുന്നു, പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെന്താ ഇഷ്ടപ്പെടാൻ ഞാൻ ആൾക്കാരോട് പറയുന്നത്? ഞാനൊരു പെണ്ണ് വന്നല്ല, പെണ്ണ് വന്നാലും ഇവിടെ അല്ലെങ്കിൽ ഓറാമാരുടെ കൂടെ ആയാലും എതിർക്കേണ്ട കാര്യം പ്രവർത്തകന്മാരെ കെട്ടിച്ചേരാ. അതല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെക്കുമല്ലോ. ഇല്ല ഇല്ല ഇല്ല. എല്ലാ കഴിവുകളും ലോകത്ത് ഇംഗ്ലണ്ട് അമേരിക്ക നിങ്ങളെന്താ ഇങ്ങനെ തോന്നാ? ഞാൻ ഇവരൊക്കെ കൂടെ സപ്ലസ് ഓപ്പറേഷൻ പൈസ വേണ്ട, ഈ ബുദ്ധിനെ വിട്ട് പോകാനും മതി. എനിക്കൊരു ശമ്പളം ഇല്ല. ഞാൻ ആദരത്ത് ഇവിടെ ചെഞ്ചുവെന്നാ കിട്ടുന്നത് ഇല്ലെന്നും അവിടെ 2001 നടത്തില്ല. അത് ചെന്നിട്ടാണ് എല്ലാം തരുവായിരുന്നു. ഒരു വീട് വിറ്റ് 600 രൂപ ശമ്പളത്തിൽ ഇങ്ങനെ ഇത് അവിടുത്തെ ആഹാരമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ കഴിക്കുന്നത്. ഒരു സ്വത്തുക്കൾ വിൽക്കണമായിരുന്നു. എന്റെ സ്വത്ത് എന്റെ ഒന്നാം പുണ്യം ഭാഗ്യം ഇല്ലാത്തടത്തന്നെ പൂജിച്ച് ഫാക്ടറി പോയി, അനിമൽ വെൽഫെയർ ഓഫീസർ പോയി, ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. പിന്നെ മെറ്റഡോളുണ്ടായിരുന്നു, മെറ്റഡോൾ, ഓട്ടീസ്, ഓൾട്ടാസ്, മെറ്റഡോ എല്ലാത്തിനും സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തില്ലേ. PDS എന്ന് പറയുന്ന കമ്പനിയിൽ റോയൽ സൊസൈറ്റി ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ട്രെയിനിങ് കിട്ടിയ അനിമൽ വെൽഫെയർ ഓഫീസർ. പിന്നെ ആയുർവേദം തെറാപ്പിസ്റ്റ് ആദ്യത്തെ തകരപ്പുറങ്ങളിൽ JC ഡോക്ടറിന്റെ കീഴിലായിരുന്നു. പിന്നെ ഗുരുദാമ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ജയ്ക്കൂടെ കൂടെ ആ കോളത്ത് പോയി 168 രാജ്യങ്ങളാണ് ഞാൻ ആശുപത്രികൾ നടത്തിയത്. 168 രാജ്യങ്ങളിലെ ആൾക്കാരുമായിട്ടാണ് ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തെറാപ്പിയും ചികിത്സക്കായിട്ട് കോളം കടപ്പുറത്ത് വെച്ചു 4 വർഷം അവിടെ നിർത്തി. കപ്പലണ്ടിയും പച്ചവെള്ളവും അതും വിഷം കൊടുത്ത് കൊല്ലുന്നത്. ഇവിടെ എന്ത് പ്രശ്നമുണ്ട് നമുക്ക് വളരെ എഫക്റ്റ് ചെയ്യും. വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞൊരു ആദ്യത്തെ സമയത്ത് വിനാശാറില്ല. അതുകൊണ്ട് പേടിച്ചിട്ട് അവിടെ വന്നത്. ഇതൊക്കെ രഹസ്യങ്ങളാണ്. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഞാൻ അമേരിക്കൻ 18 വർഷം പോയില്ലേ ചെറുപ്പം. 18 വർഷം പോയില്ല എൻ്റെ. അത് ചെറുപ്പം കിട്ടും. പഴയ നിങ്ങളുടെ ചെറുപ്പക്കുള്ള ഡയബറ്റീസും കുടിച്ച് എല്ലാം പോയി, സർവ്വശക്തിയും പോയി. പിന്നെ എന്തോന്ന് ദീർച്ചാവും. ഇതിനൊക്കെ മറുപടി ദൈവമായിട്ട് കൊടുക്കണം. ഞാൻ അശക്തനാണ്. എന്റെ പുണ്യം ഭാഗ്യം കുറവായിരുന്നു. അത് കൊടുക്കും കൂട്ടുകാരൻ. 18 വർഷം ദൈവത്തിന് മുമ്പിൽ ഒരു വലിയ കാലമാണ് തന്നെ. എന്നെ സംബന്ധിച്ച് വലിയ കാലമാണ്. പലരുടെയും ജീവിതവും എനിക്ക് ആര് തരും ഈ ജീവിതം? ഒരു തരും ഒരു വിചാരിച്ചോ എനിക്ക് ഈ ജന്മത്ത് ഇനിയിപ്പോ ചെറുപ്പം തിരിച്ചറിയാൻ പറ്റും. പറയുന്നില്ല. ഇവരൊക്കെ കൂടെയാണ് അതിന്റെ ഇത് മനസ്സിലാവുന്നത്. അല്ല, അപ്പൊ ഞാനത് വേറെ സംഭവത്തിലാണോ? അപ്പൊ ആര് പറഞ്ഞത് അപ്പാട് പോലെ പോവല്ല. ഇല്ല അദ്ദേഹം പറഞ്ഞ് ചോദിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഒരു വെച്ച് ചോദിച്ചതേ ഉള്ളൂ. പറയാതെ പോലും പറയാന്നുള്ള നിങ്ങൾക്ക് എങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട്? ഞാൻ കണ്ടു. ഈ ഇൻഫർമേഷൻ എവിടെ നോക്കിയത്? ഒരു പാട്ട് പറഞ്ഞു. അതാ പറഞ്ഞത്. നിങ്ങൾ വേറെ പാട്ട് എടുത്ത് ഇല്ല പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ അന്വേഷണത്തിന്റെ ഭാഗത്തായതുകൊണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. അല്ല, നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചീറ്റിംഗ് നിങ്ങൾ അത് എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. ഇല്ല പറഞ്ഞേ. പല കണക്ഷൻസ് ഉണ്ട്. ഗുരുവിച്ച സ്വാമി ഇവിടെ രാമശാസ്ത്രത്തിൽ അയാൾ വരട്ടിയതാ. പെണ്ണ് കേസൊക്കെ പിടിച്ചു. അയാളുടെ പെണ്ണ് കേസ് പിടിച്ചു. 2 പേരും പെണ്ണ് കേസിൽ കൊടുത്തത്. ദിവസം ഗുരുവിച്ച സ്വാമി അപ്പൊ ഡ്രോൺ അടിച്ചു. ഇവര് സന്യാസികൾക്ക് എടുക്കാൻ അയാളുടെ അളിയനെ എന്നോട് പറഞ്ഞു. അളിയനെ കോഴിക്കോട്ടെ അനിൽ അതാ എന്നോട് പറഞ്ഞത്. ചോദിക്കലാണ് ഇങ്ങനെയാണ്. ഇയാളുടെ പെണ്ണ് കേസ് പിടിച്ചപ്പോ അയാളുടെ പെണ്ണ് കേസ് പറഞ്ഞപ്പോ അന്നാണ് ഡ്രോൺ. ഗുരു കേസ് പിടിച്ചപ്പോ ലാംബർഗീസ് സാറിനെ പിടിച്ചപ്പോൾ ഗുരുവിച്ച സാറിന് ലാംബർഗീസ് ഇന്നലെ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ആരുടെ വോയിസിന്റെ കണ്ടുപിടിച്ചു. അപ്പൊ വേണ്ട കോംപ്രമൈസ്. എന്നിപ്പോ 1.5 വർഷം ഒന്നും ചെയ്യാതെ പിന്നെ അവസാനം മണ്ഡലാസ്വാമി അവിടെ കൊണ്ട് നിർത്തി. പെണ്ണിനെ അവിടുത്തെ തൂപ്പുകാരി എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യമില്ല. അവനെ വിളിച്ച സമയത്ത് അവർക്ക് പിടിച്ചു എന്ന് പറയുന്നത്. സന്യാസിയെ പിടിച്ചിട്ട് നമ്മൾ നാണക്കടഞ്ഞു. പിന്നെ ഒന്നും ജോലി കൊടുക്കായിരുന്നു. അവിടെ നിന്ന് സുപ്രഭാതമായിരുന്നു. ഈ പെണ്ണും ഇവനും കൂടെ ഒരേ ദിവസം വിചാരിച്ചു. ഇപ്പൊ രാമശാസ്ത്രത്തിൽ ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്യപ്പോ എനിക്കറിയത്തില്ല. ഇങ്ങനെ കേട്ടാ ഞാൻ ചെന്നെന്ന് പറയും. പിന്നെ സന്യാസം എന്ന സന്യാസം സുവർണകുമാർ എഴുതുന്നുണ്ട്. ഞാൻ വായിച്ചു. അതൊക്കെ ശരിയാണ്. ശരിയാണെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. വേറൊരു പേര് ഇട്ടിരിക്കുന്നു. രത്നകുമാർ ഗുരുരത്നമുള്ള രത്നസന്യാസം അങ്ങനെ കണ്ടാണ് കേട്ടത്. കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഉള്ളാണെങ്കിൽ വിലക്കൂല കൂട്ടാറുണ്ട്. പറഞ്ഞ് മനസ്സിലായി. പേര് താങ്കൾക്ക് പേര് മാറ്റാൻ പോകും. നമ്മള് ബുദ്ധിയാണ്. പത്തിനടുത്ത് ചോദിച്ചിട്ടാണ് എനിക്ക് ആരാ വർക്ക് ഗുരുരത്നം എന്നുള്ള മാറ്റി രക്തം പിന്നെ അനി ചേർത്തല എന്ന് പറയുന്നത് സുനിൽ ചേർത്തല. ശശി എത്ര പേരില്ല.
നീ കേസ് കൊടുക്കാൻ പറ്റുമോ? അതാണ് കൊല്ലത്. ഒന്നും പോകാൻ പറ്റില്ല. അയാൾ സാങ്കേതിക പറ്റുമെന്ന് പറയാം, ആടെ പറയും ഈ സാധനം കിട്ടേണ്ടതെന്ന് കിട്ടും. അതെ പക്ഷായിട്ട് മനസ്സിലാവും. ഇതാ പേര് എന്താ പറയാ, ഞാൻ നമ്മുടെ ദിവ്യാനില്ലേ, അത് അല്ല ദിവ്യാനായിട്ട് കൊടുക്കാം. പിന്നെ പോരാഞ്ഞല്ല അവരല്ലേ ഇവരാണ് സപ്പോർട്ട്. അല്ല ഇവനെന്തുകൊണ്ടാണ് സപ്പോർട്ട്? ആ കേസിലാണ് പറഞ്ഞത്. ഞാൻ കണ്ടെന്ന് പറയും, ഒറ്റ മാത്രമേ കണ്ടുള്ളൂ. അതാ പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റായി പോകരുത് നാളെ ഇതാ മീൻസ് കൂട്ടുകാരുടെ പേര് പറയത്തില്ല. വേണ്ട, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് പറയണില്ലെന്ന്. അത് വേണ്ട, ഞാൻ മാത്രമേ കണ്ടോ. എന്നിൽ കൂടെ ആണ് വന്നെന്ന് മനസ്സിലാവും. കൂട്ടുകാർ ആ കാര്യം എടുത്തിട്ട് അതിന്റെ പ്രശ്നമുണ്ട്. കാര്യം എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. എന്റെ കാര്യം ഇതണ്ട. നിങ്ങൾ കണ്ടിട്ടുള്ളൂ പറഞ്ഞാൽ മതി. അത് തന്നെയാ പറഞ്ഞത്. നിങ്ങൾ കല്ലി വെച്ചെന്നെ പറയുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഡൽഹി വെച്ചല്ലെന്ന്. ഡൽഹിന്റെ കേസ് പറയായിരുന്ന പോലെ ബാക്കിയുള്ള കാര്യം പറയുന്നത് കുഴപ്പമില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ചുമ്മാരും സംസാരിക്കും. എവിടെയും സംസാരിക്കുന്നു. എവിടെയാണ് ആശ്രമത്തിന്റെ ബാക്ക്. അതിനെന്ത് അർത്ഥം? അതാണ് ഇത്ര ഉള്ളു. പിന്നെ നമ്മളെ സൂചിക്കുന്നു. അല്ലാതെ കാര്യമായിട്ട് കണ്ടിട്ട് എത്ര മണിക്കായിരുന്നു? രാത്രി 2 മണിയാണ്. 2 മണി. അത് അങ്ങനെ എന്നിട്ടെന്ന് പറഞ്ഞു ഓടിച്ചോ? സെക്യൂരിറ്റി പറഞ്ഞു പറഞ്ഞു. പിന്നെ ഒരു വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവര് മാത്രം. അതൊക്കെ വേറെ ആളുണ്ടെന്ന് എനിക്കറിയില്ല. ബെല്ലുമാരാണ് എന്നെ പറഞ്ഞേക്കാൻ ഒരു 8 ഇവിടെ സംസാരിച്ചോണ്ടിരുന്നു. അനിൽ അവിടെ പേരെന്താ ശരിയല്ല, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. അയാളെ വിളിപ്പിച്ച് എന്നെ വിളിപ്പിച്ച് പഴുത്ത മാവിന് അവിടെ റിസപ്ഷൻ അടക്കുക ഡൽഹിയിൽ നിന്ന് വന്ന സമയം. അപ്പൊ എന്നെ കാറ്റാടിയില്ലേ, കാറ്റാടി അവിടെ കൊണ്ടുപോയി അംബാസഡർ കാറ് തുണികള സാത്തിട്ട് തലയിടാനകത്ത് ഓർഡർ നോക്കി സ്നേഹത്മ സ്വാമി ഡ്രൈവർ. മറ്റേ കാണാവുന്നൊരു ഡ്രൈവറല്ലേ തലയാണ്. ഇവിടെ മുടിയൊക്കെ നിൽക്കും. അകത്ത് പുള്ളിയടാതെ ഞാൻ ചെടിക്കാനാണ് പോലീസുകാർ പറയുന്നത്. പുള്ളിയടാ ചിരിച്ചോണ്ടിരുന്നു. ഇവിടെ മുടി നിങ്ങൾ കണ്ട പെമ്പിള്ളാരെ കാണുമ്പോൾ ഇത്ര അസുഖം. അപ്പൊ ഞാൻ ചോദിക്കാൻ പോയി, നിങ്ങൾ കണ്ട പെമ്പിള്ളാരായിട്ട് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സ്വാമി. നിങ്ങൾ നെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിനെക്കാട്ട് കൂടുതലായിട്ട് ഞാൻ നേരിട്ട് കണ്ടോന്ന് പറയാൻ പോയി. കൊല്ലു. എന്നിട്ട് പരൂരമ്മയുടെ മോനെ ഇവിടെ ഇടിച്ച് തലയിടിച്ച് കളഞ്ഞിട്ട് തെറ്റൂക്കി കിട്ടുന്നു. പരൂരമ്മ നമ്മുടെ അവിടെ നിൽക്കുന്നു ചേർത്തേ. മോനെ ചട്ടം പറഞ്ഞ് എന്തോ പ്രശ്നത്തിൽ തലയിടിച്ചെന്നോ അതുപോലെ കിട്ടൂക്കി അവനെ എന്ത് കുട്ടിത്തൂക്കി കിട്ടുന്ന സ്റ്റുഡൻസോ നിങ്ങളൊന്നും ഇല്ല ഇവിടെ ആ സമയത്ത്. അല്ല അത് കഴിഞ്ഞാണ് പരൂരമ്മ ഒന്നും വേണ്ട. ആരെ അവിടെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിനറിയാം ഇതല്ലേ ഞാൻ പറയുന്നുണ്ടെങ്കിൽ. ബാക്കിൽ വിളിയായിട്ടില്ല പ്രഭു. ഇപ്പൊ വിളിച്ച് പ്രഭു മറ്റേ 12 ദിവസം അവര് അവിടെ നിൽക്കുന്നു പറഞ്ഞു. ഇതിനൊക്കറിയില്ല. ഞാനിത് 48-40 വർഷമായിട്ട് അനുഭവിക്കുന്നതാണ്. ഓരോ കല്ലിനും കൂടെ ഇവിടെ കൂടെ നമസ്കരിച്ചു. നിങ്ങളെ ഇത്ര ഭയമാണോ ഇവർക്ക്? അതല്ല, അവർക്ക് ഭയമാണോ ചോദിച്ചാൽ നിങ്ങൾ? ഞാൻ ഭയങ്കര ശബ്ദമില്ല. അതെന്താ കാര്യം? എനിക്ക് ഒട്ടാക്കത്താളം പോലെ എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാം അബ്സർവ് ചെയ്യും. ഈ പറയൂ എടുക്കൂ. എനിക്കാരുണ്ട് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ കിട്ടിയ കൂട്ടുകാരും എല്ലാം ഇല്ല. അതാണ് പിന്നെ ഇവർ ഭയപ്പെടുന്നത്. ഒന്നാമത് തീവ്രവാദമായിട്ട് മോഹൻലായി സിനിമ മക്കള് പൊക്കി ഞാൻ വരാം.
സുപ്രഭാതമായിട്ട് മോഹൻലാലിനെ ചിത്രീകരിച്ചായിരുന്നു. മോഹൻലാലിനെ മോഹൻലാൽ ഗുരുസിന്റെ എന്റെ ജീവിതമാണത്, എന്റെ കുടുംബജീവിതം അടിച്ച് തകർന്ന് പൊളിച്ച് ചാരാനെ കൊണ്ട് അന്ന് മാനേജിങ് അതാണ് ആ ക്യാരക്ടറിന്റെ എന്നിട്ട് രേവതി നക്ഷത്രക്കാരൻ മോഹൻലാൽ അല്ലെങ്കിലും കമലഹാസനെ എടുക്കാൻ പറഞ്ഞു. എന്റെ ജീവനായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കൂട്ടുകാരന്റെ ജീവിതമാണ്. ശ്രീവിഭാഗമാണ് എണ്ണൂറ് ഇവിടുന്ന് പറഞ്ഞയച്ചപ്പോഴേ പോകാം കടപ്പുറത്ത് പറഞ്ഞയച്ചപ്പോഴും ഇന്ന് വർഷപ്പോ തിരുവെടുത്ത് ഡോക്ടർ സി വി കഥ എഴുതി. ധാരാളം കക്ഷികൾ വിളിച്ചു, രാജമഞ്ചേരി അതിലേക്ക് വിളിച്ചു എന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോ അപ്പൊ ഞാൻ കക്ഷിയുടെ എന്നാ പിന്നെ കക്ഷി എടുത്തു എന്ന് പറഞ്ഞ് എന്റെ കഥ കേൾക്കും രാജമഞ്ചേരി. ഞാൻ സിറ്റുവേഷൻ കാണാൻ എൻ്റെ അടുത്ത് ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് ചുമ്മാ അങ്ങനെ ഇരിക്കും. പക്ഷെ എല്ലാം ഒബ്സർവ് ചെയ്യാൻ എങ്ങനെ പെരുമാറുന്നത്. എന്നിട്ട് പ്രഭുരാമൻ ഇടാൻ പോയതാണ്. രഘുരാമനാണ് പ്രഭുരാമൻ ഇടാൻ പോയതാണ്. ഡയറക്റ്റായിട്ട് എന്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞ് രഘുരാമനാക്കി അങ്ങനെ എഴുതിയത്. എന്നിട്ട് ശ്രീബാബു എഴുതി കൊടുത്ത് രാജീവഞ്ചൽ അത് പ്രൊഫസർ നരേന്ദ്ര പ്രസാദനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ചു, സിനിമ എടുത്തു. ഇത് ഞാൻ പോലും എന്റെ സിനിമ ഞാൻ എന്റെ എല്ലാ കാര്യവും കൺഫേം ചെയ്യുമ്പോഴും ഡൽഹി ആശ്രമത്തിൽ ഞാൻ പോയിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ സിയും അവിടെ സാക്രി സിംഗ് ക്രോസാണ്. അപ്പൊ ഡിബേറ്റൊക്കെ ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോയി അപ്പോൾ ഇനിയിപ്പോ ഞാൻ കഥ മാറ്റി എഴുതേണ്ടി വരുമല്ലോ. ഞാൻ പറഞ്ഞു എന്താ സാറേ, നിങ്ങളാണ് അതിന്റെ കഥാതന്തു, നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കഥ ഞാൻ പറഞ്ഞു കൊടുത്ത് നരേന്ദ്ര പ്രസാദനെ കൊണ്ടെടുത്ത് രാജീവ് അഞ്ചലിനെ തിരിച്ചു മോഹൻലാലിന്റെ പാർട്ട്. നമുക്ക് മോഹൻലാൽ രേവതി നക്ഷത്രം ഒരേ വർഷം നമ്മൾ ബികോം ചെയ്ത് ഒരേ പ്രായക്കാരി. കമലഹാസൻ എനിക്ക് കമലഹാസൻ എടുക്കാൻ പറഞ്ഞു. ഗുരു പറഞ്ഞു രണ്ടുപേരെ ആ ജീവിതം നോക്കി വെളിയിൽ പറഞ്ഞില്ല. അങ്ങനെയാണ് അങ്ങനെ തീവ്രവാദമാണ് മോഹൻലാലിന്റെ. ആ സമയത്ത് എന്നെ മൂട്ടിയിട്ട് അടച്ചണക്കാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ കൊണ്ടുപോകാതെ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നു. എന്റെ ജീവിതം തന്നെ RSS തുടങ്ങിയതാണ്. മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് എന്നെ പിടിച്ചോണ്ട് പോകാനായിട്ട് പോയതാണ്. പാർട്ടിയിൽ ഒരു സയന്റിസ്റ്റ് 75 മെയിൻ്റനൻസ് നിസാ നിയമപ്രകാരം RSS ആദ്യത്തെ പ്രവർത്തകരാണ് നമുക്കാര് കംപ്ലീറ്റ് ആലുങ്കൽ തലകെട്ടി കടന്നു വന്ന കഴിയുന്ന എന്റെ കുടുംബക്കാരാണ്. ആലുങ്കൽ ചൈന സാമീപ്യം സാമീപ്യക്കാർ ചേർത്ത് വന്നേക്കാം. ബാലുവിന് വെറുതെ എടുത്ത കഷ്ടം BJPയുടെ RSS. അപ്പൊ ഇവന്റെ ചരിത്രം മൊത്തം എന്നെ അടുപ്പിക്കത്തില്ലായിരുന്നു. എന്നെ തൊട്ടാ കൂടെ ഞാൻ അറിയാം. അതുകൊണ്ടാണല്ലേ എന്നാലും അവർക്ക് നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ അസത്യമായിട്ട് വാങ്ങും. എന്നെ ഒന്നിലും ഇടപെടത്തില്ല, എന്നെ ഇവിടുന്ന് എടുത്തുമില്ല, എന്നെ ഇട്ട് പീഡിപ്പിക്കും, പൈസ കൊടുക്കത്തില്ല. പക്ഷെ പൊതുമുള്ളവർക്ക് ഞാൻ കുറിച്ച് എന്താണ് പോകാന്ന് പറഞ്ഞു ഇവിടെ മനുഷ്യർ ചവിട്ടി മെതിക്കുന്നത് ഉള്ള ഭക്തിയോട് പോയി. അപ്പൊ എനിക്ക് ഭാഷ തിരിച്ചുവിടെ നിൽക്കണം ഇവന്റെ കാലത്ത് എന്നാ ഒന്നിലടുപ്പിക്കും. ഒന്നിലും എന്ന് ചേട്ടാ ജന്മി പോലും ഇവിടുന്ന് അവൻ പ്രശ്നം ചേർത്തല പോയി നിൽക്കണം. ശല്യം ഒഴിവാക്കാൻ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഏതാ എന്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. വേറെ ശിശുക്കൾ നീക്ക് പറ്റും. അണ്ടിക്ക് ഉറപ്പുണ്ടാക്കി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എനിക്കില്ല. ഇനി വേറെ ശിശുക്കളിൽ ദൈവം തന്നെയാണ് ദൈവം തരും, എലക്ഷൻ തരണ്ട ദൈവം തരും. അങ്ങനെ ജ്ഞാനിയായ സത്യത്ര തെറ്റുപറ്റിയപ്പോ എന്ത് പറ്റി പറയുന്നില്ല. പക്ഷെ ഇപ്പൊ പറയുന്നത് നമുക്ക് വേറെ ആരും അധികാരമൊക്കെ പറയാം. എന്താ പവർഫുൾ ആയിട്ടുണ്ടോ ആരും വേറെ ആരും ആ സ്ഥാനം എന്ന് പറഞ്ഞാലേ ബൈലോ വായിച്ചു ഇല്ല. അതൊക്കെ മാറ്റി വക്കീൽമാർ മാറ്റി എന്നാ പറഞ്ഞ ചിലപ്പോൾ സ്വാമികളായിട്ട് സാറെന്ന് വായിച്ചപ്പോൾ പഴയ ബൈല ഒരു ബൈലും ഇല്ല. ഇപ്പൊ എല്ലാം നേരം മാറി അധികാരം മാറ്റിച്ച് ഇപ്പൊ ഇതിന്റെ കണ്ണാണ് ഇപ്പൊ എല്ലാ കാര്യം. പൈസ വരുന്ന അവിടെ പോകില്ല, പൈസ വരുന്ന അവിടെ പോകില്ല. പൈസ വരുന്ന ബാഗിലാണോ മണിയാളിന്റെ പ്രശ്നമാണോ എന്തിനാ മണിയാളിന്റെ പ്രശ്നം വേറെ വീട് കൊടുത്തിട്ട് അവിടെ എത്തിനാ അടിക്കുന്നത് ചേർത്ത് പൈസ പൈസ വാങ്ങിച്ചോണ്ട് വേറെ വീട് ചേർത്തനാന്റെ അനിയത്തിന്റെ പേര് ചേർത്തനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കും. ഇപ്പൊ ദാരിദ്ര്യം ഗോവിനാമ സ്ഥാനത്ത് 10 രൂപയോട് എന്റെ വീട്ടിൽ ചുമ്മാ ചേർത്തനെ ഇല്ലായ്മ കാണിക്കാൻ ചുമ്മാ ഒരു ആക്ട് അയ്യോ ചുമ്മാ ഇന്നലെ ഇവിടെ പെണ്ണുമ്പോൾ അടുത്തുനിന്ന് മലക്കര ആവശ്യം ചേർത്തനല്ല എന്നിട്ടാണ് വീട് വെക്കുന്നത്. നല്ല വീടോ ആദ്യം അവരുടെ സിസ്റ്ററിന്റെ പേര് ആണേന്റെ വീട്ടാന്ന് കൊടുത്തെന്ന് പറയും. ആണേന്റെ സിസ്റ്ററും ഷാമിന്റെ വീടങ്ങനെ വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റി കൊടുത്തതാണ്. ആരെങ്കിലും പറയും ഇതൊക്കെ ശക്തിയില്ലാണ്. ഇവർ വീണ്ടാകുന്നുണ്ട് വിളിച്ച് ബൈക്കിലൊക്കെ പോയി വിളിച്ച് കാട്ടാനുണ്ട്. പുറകുണ്ട്
ബൈക്കിൽ പോകാൻ ജീപ്പിൽ കൊണ്ടുവന്നിരിക്കും വളരെ സൂക്ഷിപ്പിക്കുക. ഉണ്ടോ? ആക്സിഡന്റ് ആയത് നിങ്ങൾ നമ്മുടെ അങ്ങനെയല്ല, വേറൊരാളാണ് ഇപ്പഴേ ബസ് കൊണ്ട് പിടിച്ചാൽ മതി. കൊട്ടേഷൻ കൊടുക്കും. എന്തെങ്കിലും കൂടെ എങ്ങനെ അറിയും? നക്സൽമാരികളെ പണ്ട് പേടിയുള്ളവരാ. പോലീസുകാരും ഒറ്റ കൊടുത്ത് പ്രൈവറ്റ് ബസ്സിനെ കൊണ്ട് ഇടിച്ചു പോലും എന്നിട്ട് തലവേദന കൂടി അങ്ങണ്ട. ഇതൊക്കെ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചതാണ്. മനസ്സിലായോ? മാത്രം രഹസ്യങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടോ? ഇതല്ലേ അതല്ല, അങ്ങനെ പണിയാവും. അല്ലെന്നു അങ്ങനെയൊന്നും ഇല്ലെന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലേ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് ചെയ്യുന്നത്. അതിന് ഞാനില്ല, പക്ഷെ എനിക്ക് മാത്രമേ അറിയാമോ ഒക്കെ ഇവിടെ പറയാൻ പറ്റില്ലേ. അതൊന്നും വേണ്ട, നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ചോദിച്ചു. നിങ്ങളോട് നിങ്ങൾ വേറെ ആളത്തോടെ ദൈവത്തിന്റെ ഹിതം എന്തോ നടക്കണം, അത് മാത്രമേ എനിക്ക് പ്രാർത്ഥന. ദൈവം വെച്ച് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ രാവണനോട് യുദ്ധം കാണും, രാവണൻ എന്നെ പറ്റും. ഒരു തൊട്ടിച്ചാടിത്ത് തൊട്ടിച്ചാടത്തല്ലേ കൊണ്ടതൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റും. ഒരു ആണി എടുക്കണം, വേറൊരു മുള്ളുകൊണ്ടല്ലേ എടുക്കണം, മുള്ളുകൊണ്ടല്ലേ എടുക്കണം. ഒരു പാര കൊണ്ടിരിക്കണം, സൂചിയായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാവണനെ കൊല്ലാൻ രാവണനെ ഇറക്കുന്നു. രാവണനെ കാത്തിരുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ ആ സമയത്ത് യോഗകൃഷ്ണ സംഭവിച്ച ഒരു ഗന്ധർവനെ കൊല്ലുന്ന ഗുരു പറഞ്ഞു ഈ കാലത്ത് 10,90,11,11,000 വർഷം കഴിഞ്ഞു, 17 ലക്ഷം കഴിഞ്ഞു. ഇപ്പോൾ വിശ്വാമിത്ര മഹർഷി യാതൊരു ഒരു ഗന്ധർവനെ കൊല്ലാൻ ഞാൻ അധികാരിയല്ല. ഗുരുവിനെ കൊണ്ട് പട്ടാളരാമകൃഷ്ണനുള്ള ഗന്ധർവൻ കയറിയില്ല. അപ്പൊ മൈക്കും ഫോട്ടോസും ഒക്കെ പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറയുന്നില്ല അയക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചത്. ഇതല്ലേ എത്ര ഡേഞ്ചറാണെന്ന് എനിക്ക് അറിഞ്ഞു. ചേർത്തനെ ഭ്രാന്തരാക്കിയെന്ന് പറഞ്ഞു വെച്ചത്. പെണ്ണുപിടുത്തക്കാരനും വെള്ളോടിക്കാരനും പഞ്ചാബിക്കാരനും മതാമാരി ഞാൻ പലരും കണ്ടെങ്കിൽ ഇവരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന വട്ടന്മാരായിട്ടാണ് കാണിച്ചത്. പിന്നെ മറ്റുള്ള മെഡിസിൻ കൊടുക്കുന്നുണ്ട്. സുദൂഷമുണ്ട്. ഒരുത്തനുണ്ട് ഇരിഞ്ഞാലിക്കുടക്കാരൻ മുട്ടയടിച്ചുകൂടെ നടക്കുന്നത്. ഒരു ബ്രഹ്മാരിയും എറണാകുളത്ത് ഒരു ബ്രഹ്മാരിയായിട്ട് നിന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഗ്രാമത്തിന് വേണ്ടി ചികിത്സിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഇരിഞ്ഞാലിക്കുടക്കാരൻ. സുദൂഷോ എന്താ പിന്നെ ഒന്നും അറിയില്ല. മുട്ടയടിച്ചിട്ട് അവനെ ഇതുപോലെ ഭ്രാന്തനാക്കി വിട്ടില്ലേ. വേണേ ഇഞ്ചക്ഷൻ കൊല്ലും. ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലാൻ വരെ കണ്ണൂരുകാരൻ രാജനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചില്ല ആളെ. പലരെ ഞാൻ അറിഞ്ഞ സത്യമാണ്. സ്വാമി രാത്രി 2 മണിയോടെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഗ്രൗണ്ടിൽ വെച്ച് 2 മണി കുടിച്ച് ഇഞ്ചക്ഷൻ കൊടുത്ത് രാവിലെ ഇടുന്നത്. ഇത് കേട്ടറിയാതെ ഒരാൾ പറയുന്നത് നമ്മളെ കണ്ടവരാണ്. സ്വാമിയുടെ പ്രശ്നമാണ്. സ്വാമി ചോദ്യം ചെയ്തു. സ്വാമി അടുത്ത് ഈ പ്രസിഡന്റ് എല്ലാത്തിനും നടക്കും. വിളിക്കുവാനും പറ്റത്തില്ല, കണക്ക് സ്ട്രിക്റ്റാണ്. അപ്പൊ ഇതിനെ തട്ടാം. ഈ 52 വയസ്സിൽ ആര് പിന്നെ എങ്ങനെ മരിക്കും? പറ. ഇങ്ങനെയാണോ മരിക്കുന്നത്? ഹാർട്ടറ്റ് ഉണ്ടാക്കി മകന് സന്യാസി അല്ലല്ലോ. സന്യാസിക്ക് ഹാർട്ടറ്റ് ആയതുകൊണ്ട് സാമേക്കാണോ മഹാ ഹാർട്ടറ്റ് ഉണ്ടാവും. ശല്യത്തോന്നു തട്ടും. നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ നിൽക്കും. നിങ്ങൾക്ക് സ്ഥാനം തരും, കാറും തരും, വേണം മറ്റേതും തരും. പ്രശ്നം ഉണ്ടാക്കിയവരെല്ലാം പോലെ താക്കും. ധർമാത്മാസ്വാമി നിർത്തുമെന്ന് പറയുക. ധർമാത്മസ്വാമി ഇല്ലേ, ഒരു മീറ്റിംഗിൽ ഒരു സ്വാമി ഇപ്പോഴല്ല 10 വർഷം മുമ്പ് ഓടിച്ചില്ലായിരുന്നു. ഇപ്പോൾ നിർത്തുന്നു. അയാൾ 35 വയസ്സിൽ ധർമാത്മസ്വാമിയെ സഹജന്റെയും ഗ്രൂപ്പിൽ വെച്ചിട്ട് നിർത്തുന്നു. നവപ്രഭസ്വാമിയുടെ വേഷം മാറ്റിച്ച് ഈ ദേഷ്യം കൊണ്ട് നവപ്രഭസ്വാമി എന്നല്ലേ. ഇവിടെ 2 ഗ്രൂപ്പുള്ളതാണ്. സത്യപ്രസാദിനെ ചവിട്ടി മരിച്ചിട്ടിരിക്കുകയും സംസാരിക്കാറുള്ള ഇറക്കി കൊടുക്കാം. സന്യാസം എടുത്തു ജീവിക്കാൻ അനുവദിക്കുക 3 വർഷം. പക്ഷെ ഇത് സംഭവിച്ചു. സത്യപ്രകാശനോട് പറഞ്ഞു മഞ്ഞ പരിപൂർണ്ണ സമയം മഞ്ഞ കൊടുത്ത് മേടിക്കുകയും ചെയ്യും. പരിപൂർണ്ണ ശൈലി. പിന്നെ രാമാനുസ്വാമി എന്നോട് പറഞ്ഞു 3 വർഷം മഞ്ഞ എടുത്തു പോയി. വിദ്യാഭ്യാസം ഗുരു എന്ന് പറഞ്ഞു എനിക്കാണോ അറിയുന്നത്. എന്നോട് പറഞ്ഞു ഞാനൊരു സന്യാസി
എടുക്കാത്ത ആളുണ്ട് ഇപ്പോഴാണ് ഇങ്ങനെ മാറ്റുന്നു. ഹലോ ഹലോ ആ വരാം 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 പോരാ വൈഫൈ എക്സ്പീരിയൻസ് ആക്കും ഇത് പിന്നെ കിട്ടത്തില്ല സാർ പറഞ്ഞു. റെക്കോർഡിങ് ചെയ്യും ഇല്ല 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 നീ വേറെ പണിയൊന്നുമില്ല. കൂടുതൽ പേടിയെന്നെ പറയണം. അല്ല ഇവനെ പറയണ്ട. നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയില്ല വർഷങ്ങൾ. അവർക്ക് ഒരു മിനിറ്റ് മതി മാറാൻ. ഇപ്പത്തെ പിശാസുണ്ട്, അവർക്ക് ജിന്നൊക്കെ ഉണ്ട്, മുസ്ലിമുണ്ട്, അവര് പലതും ചെയ്യും. രാമന്റെ ഭാര്യ കക്കണമെങ്കിൽ രാവണൻ എത്ര പവറുള്ള ശക്തി തീർച്ചയായും കാണപ്പെട്ട പറ്റും. പറ്റൂല. അത് ഭൂമി ക്ഷയിച്ച് വന്നപ്പോഴാണ് തട്ടാൻ പറ്റിയത്. അതുവരെ തട്ടാൻ പറ്റില്ല. തൊടാൻ പറ്റിയില്ല. നടന്ന് നെഞ്ചത്തെ ചവിട്ടുകൊണ്ട് കാല് പിന്നെയുണ്ട്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന കാലം നെഞ്ചെ ചവിച്ച നേനാണ്. മറ്റവൻ ചാവും 18-20 വർഷമില്ല. പിന്നെ ഇതുവരെ നമ്മളെ ചവിട്ടുമ്പോൾ വെച്ചത് നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഒതുക്കി നിങ്ങളുടെ പിന്നെ വന്നേ. നിങ്ങൾക്ക് മനസ്സിലായി, ശശിതരൂരെ പ്രസിഡന്റ് ആവും. ആളുടെ പൊളിറ്റിക്സ് എന്ത് ചെയ്യുന്നറിയോ? മാംസകൊണ്ടത്തിന് കൈയും കാര്യം വെച്ച് സോണിയാന്തി ഇറ്റലിക്കാരിയും പറഞ്ഞു. ആ ഇന്ത്യക്കാരനാ ശശിതരൂര്. പ്രസിഡന്റ് ആവും. ഏക്കാരിന് പേടിയായിട്ട് ഭയങ്കര പാടും. രാഷ്ട്ര നേതാക്കന്മാര് പ്രസിഡന്റുമാരുമായിട്ട് 30 വർഷം ഇതിനെ കിടക്ക് MP MLA ഇവനെ പതുക്കെ സോപ്പിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇവനെ MP ആക്കി. എന്നിട്ട് സഭാംഗം തെറ്റിച്ച് പെണ്ണിനെ കയറ്റി അങ്ങനെ ഇതാണല്ലേ പുള്ളി കഴിവുള്ളതാണോ? ലെവിൻസ്കാ മോണസ്ട്രി റഷ്യൻ ചാരിയാണ് ബിൽക്കിന്റെ ഏറ്റുവിട്ടത്. ആണോ? ശുക്ലം വരെ തെളിവ് കൊടുത്തു. ലോക കോടതിയിൽ, അമേരിക്കൻ കോടതിയിൽ ചീറ്റിച്ച് മാറ്റിച്ച് ബിൽക്കിനെ അറിയില്ലേ? പിന്നെ കളിയായിരുന്നല്ലേ? അതൊക്കെ സ്പൈയാണ്. പെമ്പിള്ളാര് ബുദ്ധ സന്യാസിമാരോടെ നോട്ടിച്ച് പെമ്പിള്ളാരെ കൂട്ടി കൊടുത്തിട്ട് വെളിയിലുള്ള നിങ്ങളുടെ ബുദ്ധ സന്യാസം വേണ്ടോ നോട്ടിച്ചു അങ്ങനെയായിരുന്നു ആൾക്കാർ. ഇപ്പൊ 100 വിഷയങ്ങൾ ഭയങ്കര പെണ്ണുകളുടെ നിലക്ക് ചെയ്യുന്നില്ല. 40,000 വീട് എടുത്തെന്ന് പറയുന്നത് ഇവിടെയുള്ള പൈസ തലപ്പൂശം പൈസ ഇവിടെ ആരൊക്കെ കുറിച്ച് കൊടുക്കും. ഫ്ലൈറ്റിൽ പോകുന്നു, നൈറ്റ് കയറുന്നു, സുസ്മാൻ ആരറിയുന്നില്ലട്ടോ. സംസ്ഥാന സ്വർണ്ണം തന്നെ പ്രശ്നമാണ്. 5 മിനിറ്റ് കുമാർ എന്ന് പറഞ്ഞ അടുത്ത് പറഞ്ഞ ആൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ അല്ലല്ല പകുതി ഉണ്ടെന്നാ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? കുമാർ എന്ന് പറഞ്ഞാൽ വീഴ്ച തട്ടി ബാലകൃഷ്ണൻ കൊടുത്ത് കാല് വെച്ചു. നമ്മുടെ ജോലി പ്രകാശ് ഇതിന്റെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡ്രൈവറുണ്ട്, കറുത്തിട്ട് കമാൻഡറാണ് പുള്ളി. പൂജിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഭാര്യ അവിടെ ഉണ്ട്. രണ്ടുപേരെ നെറ്റി പോയി പോകാൻ പറഞ്ഞു. പെണ്ണുടെ സിദ്ധാവളെ പഠിക്കുകയും തോന്നിട്ട് കഴിച്ച് ഗർഭിണിയാക്കി നാട്ടുകാരെ അവിടെ പോസ്റ്റ് നോക്കി. ആണോ? അല്ലല്ല എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പാടില്ല. നിങ്ങൾ പറയുന്ന പോലെ ഫുള്ള് പിന്നെ ചോദിക്കില്ല. ഇതൊക്കെയാണ് പോസ്റ്റ് ഒട്ടിച്ച് അവിടെ നിന്ന് ഒട്ടിച്ച് വിടാൻ വരച്ച ആത്മഹത്യയോട് മേടിച്ചിട്ട് അപ്പോൾ പിന്നെ അവനെ അവിടെ പണിഷ്മെന്റ് ചെയ്യുകയാണ്. അന്നൊക്കെ അറിവ് ടെക്നോളജി അപ്പൊ അടച്ചെന്നു ബാലകൃഷ്ണൻ എടുത്തു. അങ്ങനെ ദിവസം ദുരന്തത്തിന് പോയി കാല് പിടിക്കാൻ ചോദിക്കാൻ സമയമാണ്. നമ്മളൊക്കെ ഒരു കരുതുന്നു അതിനകത്ത് ചൂടാവുന്ന പോലെ പറഞ്ഞിട്ടേ. എന്നാലും എങ്ങനെയല്ല ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴാ കാക്കയ്ക്ക് മഴ പോർക്ക് മഴ ഒന്നും കാണും. 3 months 3 months ഒന്നും എന്ത് ചെയ്യുമ്പോൾ കണ്ടോ? അത് പറയാൻ പറ്റുന്നില്ല. കാരണം കുറെ കാര്യങ്ങൾ കണ്ടോ. മാത്രമല്ല അത് കഴിഞ്ഞ് കാണും. ജനറൽ ഭാവന ഇപ്പോൾ പെട്ടെന്ന് ശുദ്ധഭാവനയൊക്കെ മുന്നോട്ട് കയറ്റി നിർത്തണം. പെട്ടെന്ന് ശുദ്ധഭാവനയൊക്കെ മുന്നോട്ട് നല്ല സ്ട്രോങ് ആവുക. പട്ടാളക്കാരനോ? അവൻ മറ്റേ മയ്യസ്വാമി, പ്രണയസ്വാമി, നവനന്മസ്വാമി, വിശ്വാസ്വാമി അടിച്ച് കിടത്തിയിട്ടില്ല. വിശ്വസ്വാമി, പിന്നെ പഴയ ആൾക്കാർ മഹിതസ്വാമി പെർഫെക്റ്റ് പഴയ ആൾക്കാരല്ല. ഈ അനധികൃതമായിട്ട് ചോദിച്ചെങ്കിൽ എല്ലാവരും കംപ്ലൈന്റ് ചെയ്ത വാശിയും വീറോടും കൂടെ അവർ ചെയ്യരും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും. അതായത് വാശിയും വീറോടും കൂടി എന്നെ പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യുന്നവരോട് വാശിയും വീറോടും കൂടി ഒരു ചെറുപ്പക്കാർ വന്ന് ഇറങ്ങി നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. കംപ്ലൈന്റ് ചെയ്യാൻ ഈ പിന്നീട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഒരു ഇന്ന സാറിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്ത് തന്നെ വെച്ച് ജനറൽ അങ്ങോട്ട് ചോദിച്ചവരുന്നത് വാശിയും വീടും വിളിച്ച് ഇത്രയൊക്കെ ചെയ്യുന്നതിന് പ്രസിഡന്റുമാര് പറഞ്ഞു. ഇതിന്റെ പ്രശ്നം ഭയങ്കര പ്രതികരണം മാത്രം ആർക്ക് എനിക്ക് പേരെടുക്കാൻ പറയുന്നത്
അതുവഴി നിങ്ങൾ കുറിച്ചാൽ പറ്റും. നിങ്ങൾക്ക് സമയം തന്നെയാണല്ലോ, എന്നിട്ട് ചെയ്യാത്ത എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ഇവരൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. നിങ്ങൾക്ക് രഹസ്യാസ്മയം നല്ലതാണെന്ന് മാറി എനിക്ക് ജീവൻ വളയപ്പെടുത്തിട്ടാണ് ഞാനോ സന്യാസം കൊടുത്തത്. അതുകൊണ്ട് കൊടുത്തതാണ് പറയുന്നത് അവസ്ഥ പൂർത്തീകരിക്കും. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പൂർത്തീകരിച്ചാൽ ഒരു സമ്മാനമായിട്ട് സന്യാസം കൊടുക്കുന്ന അന്ന് പറഞ്ഞു. ചേർത്തലാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഇവിടുത്തെ സന്യാസത്തിൽ ലക്ഷം കൊടുത്ത് 12 വർഷം തലവറ പറഞ്ഞു. അമ്മനെ അതറിയാം ഈ കുടുംബത്തെ പഠിപ്പിക്കുന്ന ഉദാഹരണത്തിന് എന്നിട്ട് കയറിയില്ല. താഴെ കഴിവില്ല. പിന്നെ പറ്റും ജനി പറയുന്നത് ശിക്ഷ പെരുക്കെന്ന് പറയാൻ പറ്റും. എനിക്കറിയില്ല, എനിക്ക് വിശ്വാസത്തിൽ ഉള്ള കാര്യം സംസാരിക്കുന്നില്ലേ. സംസാരിക്കുക നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കും കൊല്ലാനേ പറ്റും. ചതിച്ചു ഇല്ല നമ്മളാ എതിർക്കും. അല്ല നമ്മളെ ജനത്തിനോട് പറയും നമ്മളെ ചതിച്ചു കൊല്ലാനേ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോകത്ത് ആൾക്കാരെ ചോദിച്ചു ഇപ്പൊ ഒരു അന്യം മരിച്ചതില്ലേ, അതിന്റെ പ്രശ്നമുണ്ട്. എന്റെ സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് ആര് കൊണ്ടുപിടിച്ച് അതാ പറഞ്ഞു. അപ്പം വിരോധമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഇപ്പം ഫോണത്തുണ്ട്. എൻ്റെ ഇവിടെ ലോകം മൊത്തം ഒരു ആൾക്കാരുണ്ട്. അതൊക്കെ ചരിത്രം കാണിച്ചാല് പറഞ്ഞാലേ പറ്റും. ഒരു ആചാര്യന്റെ പരമ്പരയെ അവിടെ കയറി വരുന്നു അത് ഭരിക്കാനുള്ള വേഗം ചവിട്ടി മതിച്ച് നശിപ്പിക്കാൻ അനുഭവിക്കുന്നത് ഓട്ടല്ലേ. നമുക്ക് പിന്നെ ഇതിന്റെ സ്വസ്ഥത പൂർണ്ണകുമാറിനെ വിളിക്കണം, ബന്ധുകാരന്മാർക്ക് വിളിക്കണം, ജനസേവ സ്വാമി വിളിക്കണം. ഒരു സമയം എന്തുകൊണ്ട് ദയാജനെ എന്തുകൊണ്ട് കഴിയും, ദയാജനെ എന്തുകൊണ്ട് കഴിയും കയറി പരിപാടി വെച്ചത്. അത് മറ്റേ ഉറപ്പുളി കൊടുത്തിട്ട് എന്ത് ചെയ്ത് പറയുന്നതായിരുന്നു. അവരെ വിളിക്കും. അവരെ വിളിച്ച് അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്താൽ മതി. പിന്നെ പറഞ്ഞു വീട്ടിൽ പോകണം. അല്ല എക്സ്പീരിയൻസ് പേരാവും. കൊച്ചിന് ഭക്ഷണം കൊടുത്തിട്ട് എവിടെ ഇതെല്ലാം വേറെ ചെറിയ കൊച്ചവിടെ പുറകുണ്ട്. അതിന് ഞാൻ പോയിട്ട് വരാം. നമുക്ക് വേറെ ഇല്ല കൂട്ടൻ പേടിക്കണ്ടോ. ഇവിടെ സെക്യൂരിറ്റിയുടെ ആളല്ലേ. സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞിരിക്കുക. എന്നിട്ട് എന്ത് പറഞ്ഞു തുണിയൊന്നായി കിട്ടും. വയനാടായിക്കോട്ടെ ഞാൻ ശല്യം ചെയ്യാതെ ആണ് അതേ പറഞ്ഞത്. ഞാൻ 9 ഞാൻ ഡൽഹിയിൽ നിന്ന് പറഞ്ഞ ഇതിനു വേണ്ടി 2000 2 ദിവസം കഴിഞ്ഞു എനിക്ക് കാറ്റിനെ എന്നിട്ട് എന്നെ കൊണ്ട് ഇത് എനിക്കറിയാം. ആ നൂലാൻഡിൽ അവിടെ സുപ്രീം ചെയ്യട തക്കു സുപ്രീം ചെയ്യട എന്നെ കൊണ്ട് വൃക്ഷക്കൃത്യമായിരുന്നു ചെയ്തു നിർത്തടാ ഞാൻ തോറിട്ട് ചെയ്യടാ പോയസ് നമ്മൾ പറയത്തില്ല. കൂട്ടുകാർ പേടിക്കണ്ട, എന്നെ വിശ്വസിക്കാം. ഇല്ലെന്ന് ഇല്ല